ഇരുപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ഇതിൽ വേറിട്ട് നിന്നത് മികച്ച നടിക്കുള്ള പുരസ്കാരം ഉർവശിക്കൊപ്പം നേടിയ നടി ബീന ആർ ചന്ദ്രനാണ്. തടവിലെ അഭിനയത്തിനാണ് ബീന ആർ ചന്ദ്രന് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ഉർവശിയുടെ അഭിനയ ജീവിതത്തിലെ 6ാം സംസ്ഥാന പുരസ്കാരം താരം സ്വന്തമാക്കിയപ്പോൾ അധികം പരിചിതമല്ലാത്ത മുഖമായിട്ട് പോലും മികച്ച അഭിനയത്തിലൂടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സ്വന്തമാക്കിയ ബീന ആർ ചന്ദ്രൻ സമൂഹ മാധ്യമങ്ങളിലും ഇപ്പോൾ വൈറലാവുകയാണ്. ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത തടവ് എന്ന ചിത്രത്തിലെ ഗീത എന്ന ടീച്ചറെ അവതരിപ്പിച്ചാണ് ബീന ആർ ചന്ദ്രൻ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയെടുത്തത്. പട്ടാമ്പി പരുത്തൂർ CUP സ്കൂളിലെ അധ്യാപകയും നാടക പ്രവർത്തകയും കൂടിയാണ് ബീന. സംസ്ഥാന പുരസ്കാര നേട്ടത്തിന് ശേഷം ബീന പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: വെറുതെ മോഹിക്കുവാൻ മോഹം എന്ന് പറയുന്നത് പോലെ മാത്രമാണ് സംസ്ഥാന പുരസ്കാരം ആഗ്രഹിച്ചതെന്നും ലഭിച്ചത് സർപ്രൈസ് ആയി എന്നും മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ച നടി ബീന ആർ ചന്ദ്രൻ പറയുന്നു. ഉർവശി ചേച്ചിക്കൊപ്പമാണ് അവാർഡ് എന്നത് ഇരട്ടി മധുരമാണെന്നും അവർ പറഞ്ഞു. ഞാൻ അത്രത്തോളം ആരാധിക്കുന്ന വ്യക്തിയാണ് ഉർവശി ചേച്ചി. ഉള്ളൊഴുക്ക് കണ്ടിരുന്നു. ഉള്ളൊഴുക്ക് കണ്ടതിന് ശേഷം പലരും പറഞ്ഞിരുന്നു നിങ്ങൾ തമ്മിൽ കടുത്ത മത്സരമാണെന്ന്. എല്ലാവരും ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ അവാർഡ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യമെന്നും ബീന ടീച്ചർ പറയുന്നു. IFFKയിൽ തടവ് പ്രദർശിപ്പിച്ചതിന് ശേഷം മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. അന്ന് ഒരുപാട് ആൾക്കാർ സംസ്ഥാന അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാനത് എന്റെ മനസ്സിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത്രയും സീനിയറായ നടിമാർ ഉള്ളപ്പോൾ ഞാനത് മോഹിക്കുന്നത് പോലും ശരിയല്ല എന്നുള്ള തോന്നലായിരുന്നു എനിക്ക്. പക്ഷെ വെറുതെ മോഹിക്കുവാൻ മോഹം എന്ന് പറയുന്നത് പോലെ മോഹിച്ചിരുന്നു. എന്നാൽ പുരസ്കാരം കിട്ടിയില്ലെങ്കിലും തളരാൻ പാടില്ലെന്ന് എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. എനിക്ക് നാടകമുണ്ട് കൂട്ടിനെ എന്ന് എന്നെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബീന ചന്ദ്രൻ പറയുന്നു. പട്ടാമ്പി സ്വദേശികളായ ബീന, അനിത, സുബ്രഹ്മണ്യൻ എന്നിവർ കടുത്ത സുഹൃത്തുക്കളാണ്. ഇവരുടെ സൗഹൃദത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരുക്കിയ ചിത്രമാണ് തടവ്. എന്നാൽ സിനിമയിലും സുഹൃത്തുക്കളായി തന്നെ 3 പേരും എത്തുന്നു എന്നതാണ് തടവിന്റെ പ്രത്യേകത. ബീനയുടെ അയൽക്കാരിയായ സ്കൂൾ അധ്യാപികയായ ഉമയെയാണ് ബീനയുടെ അടുത്ത സുഹൃത്ത് അനിത അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരുടെ സുഹൃത്തായ ബാങ്ക് ജീവനക്കാരൻ ഹംസയായി സുബ്രഹ്മണ്യനും എത്തുന്നുണ്ട്. 2 വിവാഹങ്ങളിലായി 2 കുട്ടികൾ ഉണ്ടെങ്കിലും ഒറ്റയ്ക്കാണ് ഗീതയുടെ താമസം. ഗീതയുടെ എന്താവശ്യത്തിനും ഓടിയെത്തുന്നത് ഈ 2 സുഹൃത്തുക്കളാണ്. ഗീത എന്ന അംഗനവാടി ടീച്ചറായ സംഘർഷം നിറഞ്ഞ ജീവിതം പറഞ്ഞ തടവ് സിനിമയിലൂടെ ബീന ആർ ചന്ദ്രൻ പുരസ്കാരം നേടിയപ്പോൾ ഇത് മലയാളികളും അക്ഷരാർത്ഥത്തിൽ അംഗീകരിച്ചു എന്ന് തന്നെ വേണം പറയാൻ.